ഹായ് എവരിവൺ. 10ാം ക്ലാസ്സുകാർക്ക് 5 മാർക്കിന് ബോർഡ് എക്സാംസ് ആയാലും മോഡൽ എക്സാം ആയാലും ഓണം എക്സാം ആയാലും സ്ഥിരമായി ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് സം റിലേറ്റഡ് ചോദ്യം. സം എങ്ങനെ കണ്ടുപിടിക്കണം, സമ്മിൻ്റെ ഇക്വേഷൻ n/2 ഇൻറ്റു x1 പ്ലസ് xn എന്നുള്ള ഇക്വേഷൻ, ഇതെല്ലാം വെച്ചിട്ട് എങ്ങനെ നമുക്കൊരു ഉത്തരം ചെയ്യാം, എങ്ങനെ ബേസിക് മെത്തേഡിൽ കൂടെ നമുക്ക് ചെയ്യാം, എങ്ങനെ അതിൻ്റെ സിമ്പിൾ ട്രിക്ക്, ഈ സിമ്പിൾ ട്രിക്ക് ചെയ്താലും ബോർഡ് എക്സാംസിനും മോഡൽ എക്സാംസിനും നിങ്ങൾക്ക് മാർക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ സിമ്പിളായി എങ്ങനെ സമ്മ് ചെയ്യാൻ സാധിക്കും എന്ന് നോക്കുന്നതാണ് ഈ വീഡിയോ. ബേസിക് മെത്തേഡും അതിൻ്റെ ഒപ്പം പറഞ്ഞു തരുന്നുണ്ട്. സോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സോ നമുക്കൊരു ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. 2024 മോഡൽ എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ദ തേർഡ് ടേം ഓഫ് എ സീക്വൻസ് ഇസ് 26 ആൻഡ് ദ 8th ടേം ഇസ് 61. സോ ഇവിടെ dx1 xn എന്നെല്ലാം പറയുന്നത് ഞാൻ ഒരു സ്പേസിന് വേണ്ടിയിട്ടും പിന്നെ ആ ചോദ്യത്തിൻ്റെ ലെങ്ത് കണ്ടിട്ടുമാണ് ഞാനത് ഷോർട്ട് ഫോമിലാക്കിയത്. ഡി എന്ന് വെച്ചാൽ കോമൺ ഡിഫറൻസ് ആണ്. സോ കോമൺ ഡിഫറൻസ് ഓഫ് ദ സീക്വൻസ്, ഇതിൻ്റെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുക. പിന്നെ ബി ക്വസ്റ്റ്യൻ ഫസ്റ്റ് ടേം ഓഫ് ദി സീക്വൻസ്, സി ക്വസ്റ്റ്യൻ റൈറ്റ് ദ ആൽജിബ്രിക് എക്സ്പ്രഷൻ ഓഫ് ദി സീക്വൻസ് ആൻഡ് ഡി ക്വസ്റ്റ്യൻ സം ഓഫ് ഫസ്റ്റ് 15 ടേംസ്. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് ആൻസറിലേക്ക് കടക്കാം. x8ൽ നിന്ന് x3 കുറക്കുമ്പോൾ നമുക്കറിയാം ടേം ഡിഫറൻസ് മൈനസ് പൊസിഷൻ ഡിഫറൻസ്, അതാണല്ലോ x8 മൈനസ് x3. ഇപ്പോൾ x8ൻ്റെ വാല്യൂ 8th ടേമിൻ്റെ വാല്യൂ 61 മൈനസ് x3യുടെ വാല്യൂ 26. തേർഡ് ടേമിൻ്റെ വാല്യൂ 26, 8th ടേമിൻ്റെ വാല്യൂ 61. സോ 8ൽ നിന്ന് 3 കുറച്ചാൽ എത്രയാണ്? 8ൽ നിന്ന് നമ്മൾ 3 കുറച്ചിട്ടുണ്ടെങ്കിൽ 5 ആണ്. അതിൻ്റെ കൂടെ ഒരു ഡി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, 5d ആവും. അപ്പോൾ x8 മൈനസ് x3 എന്ന് വെച്ചാൽ 5d ആണ്. അത് അങ്ങനെ മാത്രം ഓർമ്മിച്ചാൽ മതി. ഇപ്പോൾ x7 മൈനസ് x3 ആയിരുന്നെങ്കിൽ 4d ആവുമായിരുന്നു. ഇസ് ഈക്വൽ ടു 61 26 കുറച്ചാൽ 11 6 കുറച്ചാൽ 5 വരും. 5ൽ നിന്ന് 2 കുറച്ചാൽ 3 വരും. സോ ഡി നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഡി ഇസ് ഈക്വൽ ടു 5 ഇൻറ്റു ഡി ആണ് 5d. സോ 35 അതേപോലെ എഴുതുക, ഡിവൈഡഡ് ബൈ ഈ ഇൻറ്റു 5 ഇവിടെ പോകുമ്പോൾ ഡിവൈഡ് ആവും. സോ നമുക്കറിയാം 35നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 7 കിട്ടും. സോ ദ കോമൺ ഡിഫറൻസ് ഓഫ് ദിസ് സീക്വൻസ് ഇസ് 7. സോ 7 ആണ് ഇതിൻ്റെ കോമൺ ഡിഫറൻസ്. നമുക്കതിൻ്റെ ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാം. ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. നമുക്ക് ഫസ്റ്റ് ടേം എങ്ങനെ കണ്ടുപിടിക്കുക? x3ൽ നിന്ന് 2d മൈനസ് ചെയ്താലും കണ്ടുപിടിക്കാം, അല്ല x8ൽ നിന്ന് 7d മൈനസ് ചെയ്താലും കണ്ടുപിടിക്കാം. നമുക്ക് അറിയാം 8ൽ നിന്ന് 7 മൈനസ് ചെയ്താലും 1 ആണ്, 3ൽ നിന്ന് 2 മൈനസ് ചെയ്താലും 1 ആണ്. അതേപോലെ x3ൽ നിന്ന് 2 മൈനസ് ചെയ്യുന്നു, 2ൻ്റെ കൂടെ ഒരു ഡിയും കൂടി ഇട്ട് കൊടുക്കും, അത്രയേ ഉള്ളൂ. x3 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 26 ആണ്. 26 മൈനസ് 2 ഇൻറ്റു, ഇവിടെ ശ്രദ്ധിക്കണം, 2 ഇൻറ്റു 7. സോ 26 മൈനസ് 14 വരും. 2 ഇൻറ്റു 7 എത്രയാണ്? 14 ആണ്. സോ 12 ആയിരിക്കും ഇതിൻ്റെ ഫസ്റ്റ് ടേം. ഫസ്റ്റ് ടേം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 12 ആയിരിക്കും. പിന്നെ അതിൻ്റെ ആൽജിബ്രിക് എക്സ്പ്രഷൻ ആണ്. xn കണ്ടുപിടിക്കേണ്ട വഴി നമുക്കറിയാം, dn പ്ലസ് എഫ് മൈനസ് ഡി ആണ്. സോ ഡിയുടെ വാല്യൂ നമുക്കറിയാം 7 ആണ്. 7n പ്ലസ് ഫസ്റ്റ് ടൈം നമുക്കിപ്പോൾ മനസ്സിലായി 12 ആണ്. 12 മൈനസ് 7. സോ 7n പ്ലസ് 5 വരും. 12 5 കുറച്ചാൽ 12 7 കുറച്ചാൽ 5 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സമ്മ് കാണുന്നതാണ്. സമ്മ് എങ്ങനെയാണ് കാണുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫോർമുല അറിയാം. n/2 ഇൻറ്റു x1 പ്ലസ് xn ആണ് ഫോർമുല. x1 പ്ലസ് xn ആണ് ഫോർമുല. നമുക്ക് n/2 n എന്ന് വെച്ചാൽ 15 ആണ്. 15 എണ്ണത്തിൻ്റെയാണ് കാണേണ്ടത്. ഡിവൈഡ് ബൈ 2 ഇൻറ്റു x1 നമുക്കറിയാം 12 ആണ് കിട്ടിയത്, പ്ലസ് xn എന്ന് വെച്ചാൽ 15ൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. അപ്പോൾ xn എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 7n പ്ലസ് 4 ആണ്. 7n പ്ലസ് 5 ആണ്. 7n പ്ലസ് 5 ആണ്. 7 ഇൻറ്റു എന്നിൻ്റെ സ്ഥാനത്ത് 15 ഇട്ട് കൊടുക്കുക, അതാണ് ലാസ്റ്റ് ടേം 5. സോ 17 ഇൻറ്റു 5 വെച്ചാൽ 105 ആണ്. 105നോട് 5 ആഡ് ചെയ്തോടെ 110 കിട്ടും നമുക്ക്. അപ്പം 110 ആണ് ലാസ്റ്റ് ടേം. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 15 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 122 ചെയ്യുക. 110നോട് 12 ആയിട്ട് 122 ചെയ്യും. ഈ 2 കൊണ്ട് ഇത് പകുതിയാവും, 61 ആവും. 61 ഇൻറ്റു 15 എന്ന് വെച്ചാൽ 61 ഇൻറ്റു 15, 5 ക്ലോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 30 1 31 1 3 ക്യാരി, 30 1 31 1 1 ക്യാരി, പിന്നെ 6
6 1 7 700 അല്ല, ഒരു മിനിറ്റ്, 5 30 1 31 1 3 ക്യാരി 915 സോ 61 × 15 ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 915 ആൻസർ കിട്ടും. സോ 915 ആണ് ആൻസർ. ഇത് ബേസിക് മെത്തേഡാണ്. നമുക്ക് അഡ്വാൻസ്ഡ് മെത്തേഡ് ഒരു ട്രിക്കാണ്, എഫക്റ്റീവ് ട്രിക്കാണ്. ഇത് നിങ്ങൾക്ക് എക്സാമിനും പ്രയോഗിക്കാം, ബ്രോഡ് എക്സാമിനും പ്രയോഗിക്കാം. ഇത് ബേസിക് ആണ്. ഇത് ഏത് നമ്പർ, ഇപ്പോൾ ഇത് ഓഡ് നമ്പർ ആണല്ലോ, 15 ഇപ്പോൾ ഓഡ് നമ്പർ ആണല്ലോ. ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 15ന്റെ മിഡിൽ ടേം കണ്ടുപിടിക്കുക. ഹൗ ക്യാൻ യു ഫൈൻഡ് മിഡിൽ ടേം? 15 ഓഡ് നമ്പർ ആണെങ്കിൽ മാത്രമാണ് ഈ ട്രിക്ക് അപ്ലൈ ചെയ്യുന്നത്. 20 ആണെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. 15 ഒന്ന് ആഡ് ചെയ്തിട്ട് അതിന്റെ പകുതി എടുക്കുക. 15 + 1/2 എത്രയായിരിക്കും? 16ന്റെ പകുതി 8 ആയിരിക്കും. സമയത്ത് നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് x8ന്റെ വാല്യൂ ആണ്. x8ന്റെ വാല്യൂ ചോദ്യത്തിൽ തന്നെ തന്നിട്ടുണ്ട്, 61 ആണ് x8ന്റെ വാല്യൂ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് സമ്മ് കിട്ടണമെങ്കിൽ ഈ x8ന്റെ വാല്യൂയുടെ കൂടെ എന്താണോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പോൾ ഇത് ഓഡ് നമ്പർ ആണെങ്കിൽ മാത്രമാണ് ഈ ട്രിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഈവൺ നമ്പർ ആണ് വേറെ ഒരു ട്രിക്ക് ഉണ്ട്, അത് നിങ്ങൾക്ക് ഈവൺ നമ്പർ പഠിപ്പിക്കുന്ന സമയത്ത് പറഞ്ഞുതരാം. ഈവൺ നമ്പറിന്റെ ട്രിക്ക് പറയുന്ന സമയത്ത് പറഞ്ഞുതരാം. x8 ഇൻറ്റു എത്രയാണോ ഡിജിറ്റ്, എത്രയാണോ ഉള്ളത്, 15 ആണ്. 15 നമ്പേഴ്സ് ആണ് ഉള്ളത്. അപ്പം 15 എന്ന് എഴുതുക. x8ന്റെ വാല്യൂ എത്ര? 61 ആണ്. 61 × 15 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഇത്രയും വലിയ സ്റ്റെപ്പ് ചെയ്യേണ്ട കാര്യം നമുക്ക് സിമ്പിൾ സ്റ്റെപ്പിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് x15ന്റെ വാല്യൂ കണ്ടുപിടിക്കേണ്ടെന്ന് ആവശ്യമില്ല. x8 ഇതിപ്പോൾ ഈവൺ ഓഡ് നമ്പർ ആണെങ്കിൽ മാത്രമാണ് ഈ ട്രിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുകയുള്ളൂ. ഈവൺ നമ്പർ ആകുമ്പോൾ എന്ത് ട്രിക്കാണ് അപ്ലൈ ചെയ്യുന്നത് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സോ നമുക്ക് വേറൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. 159 എന്നീ പോകുന്ന അരിത്തമെറ്റിക് സീക്വൻസിന്റെ xn കണ്ടുപിടിക്കുക, 18ാമത്തെ ടേം കണ്ടുപിടിക്കുക, 20ാമത്തെ ടേം കണ്ടുപിടിക്കുക എന്നാണ് ക്വസ്റ്റ്യൻ. നമുക്ക് ഫസ്റ്റ് അതിന്റെ xn കണ്ടുപിടിക്കാം. xn = dn + f - d. d എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ 4 ആണ്, 5 എന്ന് സെക്കൻഡ് ടേം എന്ന് ഫസ്റ്റ് ടേം മൈനസ് ചെയ്താൽ 4 കിട്ടും. സോ 4n + 1 - xn 1 - d. d എത്രയാണ്? d 4 ആണ്. സോ 4n - 3 എന്ന് xn കിട്ടും. ഇനി നമുക്ക് x18 കണ്ടുപിടിക്കണം. x18 കണ്ടുപിടിക്കണമെങ്കിൽ x18 n-ന്റെ സ്ഥാനത്ത് 18 ഇട്ട് കൊടുത്താൽ മാത്രം മതി. -3. അപ്പം 4-നോട് 18 കൂട്ടിട്ടുണ്ട് 72 കിട്ടും. 72 എന്ന് 3 കുറച്ചാൽ നമുക്ക് 69 കിട്ടും. x18 കണ്ടുപിടിച്ചു. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സം ഓഫ് 20 ടേംസ് ആണ്. നേരത്തെ മിഡിൽ ടേം കണ്ടുപിടിച്ച് അതിനോട് ഇൻറ്റു 15 ചെയ്യുന്നത് ഓഡ് നമ്പർ ആയതുകൊണ്ട് മാത്രമാണ് ഇത് ചെയ്യാൻ പറ്റിയത്. പക്ഷേ ഇത് 20 എന്ന് പറയുന്നത് ഒരു ഈവൺ നമ്പറാണ്. സോ എങ്ങനെയാണ് നമ്മൾ ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കാതെ n/2 × x1 + xn എന്ന് പറഞ്ഞ മെത്തേഡ് ഉപയോഗിക്കാതെ വേറൊരു ഷോർട്ട് ട്രിക്കിൽ എളുപ്പത്തിൽ കണ്ടുപിടിക്കുന്നത് നോക്കാം. നമുക്ക് സം ഓഫ് 20 ടേംസ് ആണ് കാണേണ്ടത്. അപ്പം C ആണ് നമുക്ക് കാണേണ്ടത്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് അതിൻ്റെ SN കണ്ടുപിടിക്കാം. നമ്മൾ വിചാരിക്കും അത് കുറച്ച് ടഫാണെന്ന്. ഒരു കാര്യം മാത്രം നമ്മൾ അറിഞ്ഞാൽ മതി. കോമൺ ഡിഫറൻസ് എത്രയാണ്? 4 ആണ്. x1 ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ ഇവിടെ ഫസ്റ്റ് ടേം എത്രയാണ്? 1 ആണ്. ഇത് രണ്ട് കാര്യമാണ് നമ്മൾ മെയിനായിട്ട് അറിയേണ്ടത്. നമുക്ക് ഇവിടെ ചെയ്യാനുള്ളത് SN കണ്ടുപിടിക്കേണ്ട ഒരു ട്രിക്ക് ഫോർമുല ഇപ്പോൾ എഴുതുന്നില്ല. ഫോർമുല വലിയൊരു ഫോർമുലയാണ്. പക്ഷേ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതിനുള്ള എളുപ്പമാർഗം ഞാൻ പറഞ്ഞു തരാം. നമുക്ക് ഇതിന്റെ പകുതി എടുക്കണം. ഡിന്റെ പകുതി എടുക്കണം. അപ്പൊ 4ന്റെ പകുതി എത്രയാണ്? ഡിയുടെ പകുതി എടുക്കണം. അപ്പൊ 4ന്റെ പകുതി, ഡിയുടെ പകുതി, 4ന്റെ പകുതി, അതിനോട് n² എഴുതി കൊടുക്കുക. ഫസ്റ്റത്തെ ടേമിന്റെ കോമൺ ഡിഫറൻസിന്റെ പകുതി എടുത്തിട്ട് n² എഴുതി കൊടുക്കുക. അതുവരെ മനസ്സിലായല്ലോ? പ്ലസ് പിന്നെ ചെയ്യേണ്ടത് ഫസ്റ്റ് ടേമിൽ നിന്ന് കോമൺ ഡിഫറൻസിന്റെ പകുതി മൈനസ് ചെയ്യുക. ഫസ്റ്റ് ടേമിൽ നിന്ന് കോമൺ ഡിഫറൻസിന്റെ പകുതി, കോമൺ ഡിഫറൻസ് അല്ല മൈനസ് ചെയ്യേണ്ടത്, കോമൺ ഡിഫറൻസിന്റെ പകുതിയാണ് മൈനസ് ചെയ്യേണ്ടത്. എന്നിട്ട് n ഇട്ട് കൊടുക്കുക. ഒന്നും കൂടെ പറഞ്ഞുതരാം. ആദ്യം നമ്മൾ കോമൺ ഡിഫറൻസിന്റെ പകുതി എഴുതി n² എന്നിട്ട് കൊടുക്കുക. പിന്നെ ആഡ് ചെയ്തിട്ട് ഫസ്റ്റ് ടേമിൽ നിന്ന് കോമൺ ഡിഫറൻസിന്റെ പകുതി മൈനസ് ചെയ്യുക. എന്നിട്ട് n എഴുതി കൊടുക്കുക. അപ്പം കോമൺ ഡിഫറൻസിന്റെ പകുതി, 4ന്റെ പകുതി എത്രയാണ്? 4ന്റെ പകുതി 2 ആണ്. ഇപ്പൊ 2 എഴുതി കൊടുക്കുക. 2n² പ്ലസ് 1-ന്ന് 2 കുറച്ചാൽ 4/2 എന്ന് പറഞ്ഞാൽ 2 ആണ്. 1-ന്ന് 2 കുറച്ചാൽ മൈനസ് ആണ് വരിക. -1 എന്നാണ് വരിക. 1-ന്ന് 2 കുറച്ചാൽ
-1 എന്നാണ് വരിക. അപ്പം പ്ലസും മൈനസും മൈനസായി മാറും. ഇവിടെ മൈനസ് വരും, ഇവിടെ n വരും. അപ്പം Sn = 2n² - n എന്ന് കിട്ടിയല്ലോ. പിന്നെ S20യുടെ വാല്യൂ ആണ് നമുക്ക് കാണേണ്ടത്. S20യുടെ വാല്യൂ കണ്ട് എന്നിന് പകരം 20 ഇട്ട് കൊടുത്താൽ മാത്രം മതി. 2 × 20². 20ന്റെ സ്ക്വയർ എത്രയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. 20ന്റെ സ്ക്വയർ എത്രയാണ്? 400 ആണ്. 20 × 20 ചെയ്താൽ നമുക്ക് 20ന്റെ സ്ക്വയർ കിട്ടും, 400 എന്ന് കിട്ടും. -n. n എത്രയാണ്? -n എത്രയാണ്? 20. അപ്പം 2 × 400 എത്രയാണ്? 800 ആണ്. 800-ൽ നിന്ന് 20 കുറച്ചാൽ നമുക്ക് സം ഓഫ് 20 ടേംസ് കിട്ടും. സോ 780 ആയിരിക്കും ഇതിൻ്റെ ആൻസർ. നമുക്കത് ബേസിക് മെത്തേഡിലിട്ട് വെരിഫൈ ചെയ്ത് നോക്കാം. സോ എന്നിൻ്റെ ഭാഗത്ത് 20 കൊടുക്കുക, 20/2. x1 നമുക്കറിയാം, x1 എത്രയാണ്? 1 ആണ്. പ്ലസ് xn എത്രയാണ്? 20 ടേം. x20 = 4 × 20 - 3. സോ 80-ൽ നിന്ന് 3 കുറച്ചാൽ 77 കിട്ടും. 77 ആണ് 20th ടേം. സോ 20/2 × 78 എന്ന് കിട്ടും. സോ 2 കൊണ്ട് 20നെ കട്ട് ചെയ്യുമ്പോൾ 10 എന്ന് കിട്ടും. സോ 78 × 10 എത്രയായിരിക്കും? 780 ആയിരിക്കും. ഈ ഒരു മെത്തേഡ് കൂടെ ചെയ്താലും 780 എന്ന് കിട്ടും. ഈ ഒരു മെത്തേഡ് കൂടെ ചെയ്താലും 780 എന്ന് കിട്ടും. സോ SN ഉപയോഗിച്ച് ചെയ്യുന്ന മെത്തേഡും സിമ്പിൾ തന്നെയാണ്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മെത്തേഡ് തിരഞ്ഞെടുക്കുക. ഏതാണോ ഈസിയായി തോന്നുന്നത് ആ മെത്തേഡ് മാത്രം തിരഞ്ഞെടുക്കുക. അപ്പോൾ ട്രിക്കാണിത്. SN കണ്ടുപിടിച്ചിട്ട് നമുക്ക് ഏത് നമ്പർ ആയാലും, ഇപ്പോൾ 20 ആയാലും 30 ആയാലും 40 ആയാലും 100 ആയാലും നമുക്ക് SN ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. ആ 20ന്റെ സ്ഥാനത്ത്, n-ന്റെ സ്ഥാനത്ത് നമുക്ക് ഏത് നമ്പർ ഇട്ട് കൊടുക്കാം. പക്ഷേ ഈ ഒരു മെത്തേഡ് ചെയ്യുമ്പോൾ n/2 × x1 + xn എന്ന് പറഞ്ഞ മെത്തേഡ് ചെയ്യുമ്പോൾ നമുക്ക് കുറേ ലിമിറ്റേഷൻ ഉണ്ട്. xn എല്ലാം കണ്ടുപിടിക്കണമെങ്കിൽ, xn ഒന്നും മര്യാദയ്ക്ക് വന്നിട്ടില്ലെങ്കിൽ നമുക്കതൊന്നും കണ്ടുപിടിക്കാൻ സാധിക്കില്ല. പക്ഷേ SN കിട്ടിക്കഴിഞ്ഞാൽ, xn കിട്ടിയില്ലെങ്കിൽ SN കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് SN-ന്റെ വാല്യൂയിൽ ഇട്ടിട്ട് ഓരോ സമ്മും കണ്ടുപിടിക്കാൻ പറ്റും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഷെയർ ഇറ്റ് വിത്ത് യുവർ ഫ്രണ്ട്സ്. താങ്ക് യു.